الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നഹ്ലിന്റെ 92ാമത്തെ ആയത്തിൽ നമ്മോട് പറയുന്നു വലാ തകൂനു കല്ലതി നഖദത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ ശക്തമായി നൂൽനൂറ്റ് കയർ പിരിച്ചുണ്ടാക്കിയ ഒരുവൾ അതിനുശേഷം അതിനെ വളരെ ലാഘവത്തോടെ പിരിയുടച്ച് കളഞ്ഞ അവസ്ഥയെപ്പോലെ നിങ്ങളാകരുത്. ഒരു സ്ത്രീ അവൾ നൂലുകൾ ചേർത്ത് വെച്ച് പിരിച്ച് നൂൽനൂറ്റ് ഒരു വസ്ത്രമോ അതല്ലെങ്കിൽ ഒരു കയറോ പിരിച്ചുണ്ടാക്കുകയാണ്. വളരെ ശ്രമകരമായി സമയമെടുത്ത് അത് നിർമ്മിച്ചതിന് ശേഷം, അത് പൂർത്തിയായതിനു ശേഷം വളരെ നിസ്സാരമായി അത്രയും കാലം എടുത്ത പണിയും സമയവും പരിശ്രമവുമെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാക്കുന്ന രൂപത്തിൽ നിർവീര്യമാക്കി കളഞ്ഞ ആ പിരികളെല്ലാം ഉടച്ച് ആ നൂലുകളെല്ലാം ഛിന്ന ഭിന്നമാക്കി കളഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? ഇതുപോലെ നിങ്ങൾ ആകരുത്. ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനൊരു സ്ത്രീ അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന ചില തഫ്സീറിൽ കാണാം. എന്തായാലും ഈ ഉപമ റമളാൻ കഴിഞ്ഞിരിക്കുന്ന സമയത്ത്, ശവ്വാലിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന സമയത്ത്, ഈദിന്റെ ആഘോഷത്തിന്റെ ആലസ്യത്തിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് മഹത്തായ പാഠമാണ്. റമളാനിൽ നമ്മൾ നേടിയെടുത്ത ഇബാദത്തുകൾ, നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ നന്മയൂറുന്ന പ്രവർത്തനങ്ങൾ, ഇത് റമളാനിലെ ആത്മീയ ചൈതന്യം ഈദിന്റെ ആഘോഷത്തിലൂടെ നമ്മൾ ചോർത്തിക്കളഞ്ഞുകൂടാ. റമളാൻ കഴിഞ്ഞുപോയതിന്റെ, റമളാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞതിന്റെ പ്രയാസവും അതുപോലെ തന്നെ നഷ്ടബോധവും നമുക്കുണ്ടായിരിക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് റമളാനിൽ ചെയ്ത ഇബാദത്തുകളിൽ സ്ഥിരത പുലർത്തി നമ്മൾ കൂടുതൽ ഊർജത്തോടെ ഈമാനികമായ ശക്തി സംഭരിച്ച് തിരിഞ്ഞു നടക്കണം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവല്ലോ, ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചാണ് പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ കൽപ്പിക്കപ്പെട്ടതുപോലെ, അല്ലാഹു ദീനിൽ നിയമമാക്കിയതുപോലെ എക്കാലത്തും സ്ഥിരതയോടെ ദീനിൽ നിലനിൽക്കുക. വമൻ താബ മഅക, താങ്കളോടൊപ്പം തൗബ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി സൽക്കർമ്മങ്ങളിൽ മുഴുകി പാപമോചനം തേടി തിന്മകളിൽ സഞ്ചരിക്കാതെ നന്മകളിൽ മുഴുകുന്നവരോടൊപ്പം താങ്കൾ അടിയുറച്ചു നിൽക്കുക, കൽപ്പിക്കപ്പെട്ടതുപോലെ താങ്കൾ സ്ഥിരത കൈവരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചുണർത്തുന്നത്. നബിയേക്കാൾ ദീനിൽ സ്ഥിരതയുള്ള, ഇസ്തിഖാമത്തുള്ള, നിരന്തര സ്വഭാവം പുലർത്തിയ മറ്റാരാണുള്ളത്? നമ്മൾ എത്രമേൽ ഈ വിഷയം ഗൗരവത്തിൽ ശ്രദ്ധിച്ചിരിക്കണം. വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിനക്ക് യഖീൻ വരുവോളം, നിന്റെ മരണം നിന്നെ പിടികൂടുവോളം, അതുവരെ നീ അല്ലാഹുവിനുള്ള ഇബാദത്തിൽ ഉറച്ചു നിൽക്കുക, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുക. അതേതെങ്കിലും മാസത്തിൽ, പ്രത്യേക സീസണിൽ നമുക്ക് പരിമിതമായതല്ല. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുക എന്നത് നമ്മുടെ ജീവിത ലക്ഷ്യമാണ്, നമ്മുടെ സൃഷ്ടിപ്പിന് പിന്നിലുള്ള രഹസ്യമാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു പറഞ്ഞതുപോലെ ഒരു ജിന്നിനെയും
ഒരു ഇൻസിനെയും ഞാൻ പടച്ചിട്ടില്ല എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. ജീവിതകാലം മുഴുവൻ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ സൃഷ്ടിപ്പിന്റെ രഹസ്യമാണ്, നമ്മുടെ ജീവിത ലക്ഷ്യമാണ്, നമ്മുടെ ആത്യന്തികമായ തേട്ടമാണ്. അത് നമ്മൾ മറന്നുകൂടാ. മഹാനായ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണത്തോടടുക്കവേ സ്വഹാബികളിൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മരണശയ്യയിൽ അദ്ദേഹത്തെ സന്ദർശിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തലയുടെ അരികിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോയിരുന്നു. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന് പേര് നൽകപ്പെട്ട ആ വിശേഷണത്തിന് അർഹനായിരുന്ന മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഔസിനി, താങ്കൾ മരണത്തോടടുത്തിരിക്കുകയാണ്, എനിക്ക് എന്തെങ്കിലും വസിയത്ത് നൽകിയാലും. ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു തിരിച്ചൊരു ചോദ്യം, അലം യഅതികൽ യഖീൻ, അല്ലാഹുവിന്റെ ദീനിൽ താങ്കൾക്ക് ഉറപ്പ് വന്നിട്ടില്ലേ? ഈമാനിൽ ഇസ്ലാമിൽ താങ്കൾക്ക് ഉറപ്പില്ലേ? പരലോകത്തിൽ സ്വർഗ്ഗനരകങ്ങളിൽ താങ്കൾക്ക് യഖീനില്ലേ, ദൃഢതയില്ലേ? അദ്ദേഹം പറഞ്ഞു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ വഇസ്സതി റബ്ബി, അതെ തീർച്ചയായും എന്റെ റബ്ബിന്റെ പ്രതാപം തന്നെയാണ് സത്യം, എന്റെ റബ്ബ് തന്നെയാണ് സത്യം, എനിക്ക് ഉറപ്പുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു അതിനെ മുൻനിർത്തി അദ്ദേഹത്തെ ഉപദേശിക്കുകയാണ് ഒരൊറ്റ വാചകം, ഫഇയ്യാക വത്തലവ്വുൻ. അതുകൊണ്ട് ഇബ്നു മസ്ഊദ്, താങ്കൾ നിറം മാറുന്ന അവസ്ഥയെ ശ്രദ്ധിക്കണം, താങ്കളുടെ അവസ്ഥകൾക്ക് മാറ്റം സംഭവിക്കുന്ന താങ്കൾ ശ്രദ്ധിക്കണം, ദീനിൽ സ്ഥിരതയുള്ളവനായി താങ്കൾ മാറണം. ഫഇന്നഹു ദീനുല്ലാഹി വാഹിദ്, കാരണം അല്ലാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ അതൊരൊറ്റ ദീനാണ്. റമദാനിലും ശവ്വാലിലും എല്ലാ വർഷങ്ങളിലും എല്ലാ മാസങ്ങളിലും എല്ലാ രാവിലും പകലിലും അള്ളാന്റെ ദീൻ ഒരൊറ്റ ദീനാണ്. ആ ദീനിന് മാറ്റമില്ല. അതുകൊണ്ട് മാറ്റമില്ലാത്ത ദീനിൽ മാറ്റമില്ലാത്തവനായി താങ്കൾ തുടരണം. താങ്കൾക്ക് മാറ്റമുണ്ടാകരുത്. താങ്കൾ റമദാൻ കഴിഞ്ഞാൽ നിറം മാറുന്നവനായി തീരരുത് എന്ന് പറയുന്നത് പോലെ, നമ്മോട് പറയുന്നത് പോലെ മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, സലഫുകൾ അവരുടെ ഇബാദത്തുകൾക്ക് അന്ത്യമില്ലായിരുന്നു. അവർ ഇബാദത്തുകൾ നിർത്തിവെക്കുന്ന, അതിൽ നിന്ന് വിരാമം കൈക്കൊള്ളുന്ന അവസരമില്ലായിരുന്നു. അവരെല്ലാ സമയത്തും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു. റമദാനിൽ അതിനുവേണ്ടി കൂടുതൽ പരിശ്രമിക്കുമായിരുന്നുവെങ്കിലും നോക്കൂ നിങ്ങൾ, മുൻഗാമികളിൽപ്പെട്ട അൽ ഹസൻ ഇബ്നു സ്വാലിഹ് റഹിമഹുല്ലാഹ്, അദ്ദേഹം ഒരു വീട്ടിലേക്ക് ജോലി ചെയ്യാൻ ഒരു വേലക്കാരിയെ വാങ്ങി. അവരെ നിശ്ചയിച്ചു, കൂലി നിശ്ചയിച്ചു, അവരെ വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ വീട്ടിൽ വന്ന ആ ഭൃത്യയായ സ്ത്രീ രാത്രിയുടെ അവസാനയാമം അടുത്തെത്തിയപ്പോൾ, തഹജ്ജുദിന്റെ സമയമെത്തിയപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ഫനാദത്ഹും, ആ സ്ത്രീ വീട്ടുകാരെ വിളിച്ചു, യാ അഹ്ലൽ ബൈത്ത് അസ്സലാ അസ്സലാ, വീട്ടുകാരെ എഴുന്നേൽക്കൂ, എഴുന്നേറ്റ് നിസ്കരിക്കൂ. അങ്ങനെ വീട്ടിലുള്ളവർ ചോദിച്ചു, തല അൽ ഫജ്ർ, ഫജ്റായോ, സുബഹി നിസ്കരിക്കാൻ സമയമായോ? അവർ പറഞ്ഞു, വഅൻതും ലാ തുസല്ലൂന ഇല്ലൽ മക്തൂബ, നിങ്ങൾ ഫർളല്ലാത്ത മറ്റൊന്നും നിസ്കരിക്കാറില്ലല്ലേ എന്നാ സ്ത്രീ ചോദിച്ചു. എന്നിട്ട് തന്റെ യജമാനന്റെ അരികിലേക്ക് പോയി അവർ പറഞ്ഞു, ബിഅ്തനി ഇലാ ഖൗമിൻ ലാ യുസല്ലൂന ഇല്ലൽ മക്തൂബ, നിങ്ങൾ ഫർളല്ലാത്ത മറ്റൊന്നും നിസ്കരിക്കാത്ത, രാത്രി നമസ്കാരമില്ലാത്ത, തഹജ്ജുദില്ലാത്ത, ഐച്ഛികമായ നമസ്കാരങ്ങൾ കാഴ്ചവെക്കാത്ത, ഫർള് മാത്രം നിസ്കരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ ഒരു കൂട്ടരുടെ ഇടയ്ക്കലേക്കാണോ എന്നെ വാങ്ങിക്കൊണ്ടുവന്നത്? അങ്ങനെയുള്ളവരുടെ ഇടയിലേക്കാണോ താങ്കൾ എന്നെ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്നത്? റുദ്ദനി, എന്നെ മടക്കി അയച്ചാലും ഇവിടെ നിൽക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് മുൻഗാമികൾ, സലഫുകൾ, അവരുടെ വീട്ടിലെ വേലക്കാരിയുടെ മന്ത്രമായിരുന്നു ഇത്. സഹോദരങ്ങളെ, നമ്മുടെ അവസ്ഥ എന്താണ്? റമദാൻ കഴിഞ്ഞാലും അടുത്ത റമദാൻ വരെയും നമ്മൾ ഇബാദത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കണം. സലഫുകൾ റമദാനോടുകൂടി ഖുർആൻ പാരായണം അവസാനിപ്പിച്ചിട്ടില്ല. അവരെ നിത്യജീവിതത്തിലെ പതിവായിരുന്നു ഓരോ ആഴ്ചയിലും ഖുർആൻ ഖത്തം ചെയ്യുക എന്നുള്ളത്. ആഴ്ചയിൽ ഒരിക്കൽ അവർ ഖുർആൻ പൂർത്തിയായി ഓതുമാറുണ്ടായിരുന്നു. അതവരെ പൊതു നടപടിക്രമമായിരുന്നു. റമദാൻ കഴിഞ്ഞാലും നിസ്കാരമുണ്ട്, രാത്രി നിസ്കാരമുണ്ട്, വിത്റുണ്ട്, തഹജ്ജുദുണ്ട്, ഖിയാമുൽ ലൈലുണ്ട്. റമദാൻ കഴിഞ്ഞാലും നോമ്പുണ്ട്, ഐച്ഛികമായ നോമ്പുകൾ എമ്പാടുമുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്, മൻ സ്വാമ റമദാന ثم أتبعه ستا من شوال كان كصيام الدهر. ആരാണോ റമദാനിൽ പൂർത്തിയായി നോമ്പ് അനുഷ്ഠിച്ചത്, അതിനെ തുടർന്ന് ശവ്വാലിൽ 6 നോമ്പുകൾ എടുത്തത്, അവനൊരു വർഷക്കാലം മുഴുവൻ ഫർള് നോമ്പ് അനുഷ്ഠിച്ചവന് സമാനമാണ്. ഒരു വർഷം മുഴുവൻ ഫർള് നോമ്പ് അനുഷ്ഠിച്ചവനുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല
ഷവ്വാലിൽ റമളാനിലെ നോമ്പ് പൂർത്തിയാക്കിയതിനു ശേഷം 6 നോമ്പെടുത്തവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട പാഠം എന്താണ്? റമളാൻ കൊണ്ട് ഇബാദത്തുകൾ അവസാനിപ്പിക്കാതിരിക്കണം, റമളാൻ കൊണ്ട് നോമ്പ് അവസാനിപ്പിക്കാതിരിക്കണം. റമളാനിന് ശേഷം റമളാനിൽ നേടിയെടുത്ത ആത്മീയ ചൈതന്യം ചോരാതെ കാത്തു സൂക്ഷിക്കണം എന്ന മഹത്തായ പാഠമാണ്. നോക്കൂ നിങ്ങൾ, എന്തൊരു മഹത്തായ ഹദീസാണിത്. റമളാനിൽ ഒരാൾ 30 നോമ്പെടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾക്ക് നിശ്ചയിച്ചത് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലമാണ്. 10 ഇരട്ടി അതിന്റെ ഏറ്റവും മിനിമം പ്രതിഫലമാണ്. റമളാനിലെ 30 നോമ്പുകൾക്ക് 10 ഇരട്ടി പ്രതിഫലം നൽകിയാൽ 300 ദിവസം നോമ്പെടുത്ത പ്രതിഫലമായി. അതോടൊപ്പം 6 നോമ്പ് കൂടി അനുഷ്ഠിച്ചാൽ 6 നോമ്പുകൾക്ക് 10 ഇരട്ടി പ്രതിഫലം നൽകപ്പെട്ടാൽ 60 നോമ്പ് കൂടി അവന് ലഭിച്ചു. ഫലത്തിൽ 360 നോമ്പിന്റെ കൂലി. അതാണ് ഒരു വർഷത്തെ നോമ്പിന്റെ കൂലി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ചത്. ഒരു വർഷത്തിൽ എത്ര ദിവസമാണ് നമുക്കറിയാം. ചന്ദ്രമാസം പരിഗണിച്ചുകൊണ്ടാണെങ്കിൽ 365 ദിവസം തികയുകയില്ല. അങ്ങനെ വല്ല ആശങ്കയും ഉണ്ടെങ്കിൽ അതും പരിഹരിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ഒരു കൊല്ലം മുഴുവൻ നോമ്പനുഷ്ഠിച്ച പ്രതിഫലം ഷവ്വാലിൽ 6 നോമ്പെടുത്താൽ നമുക്ക് ലഭിക്കുന്നതാണ്. സഹോദരങ്ങളെ, നമ്മൾ മടിച്ചുകൂടാ. 6 നോമ്പ് അനുഷ്ഠിക്കാൻ ഈ മാസത്തിൽ ഇത് അവസാനിക്കുവോളം വിശാലതയുണ്ട്. ഷവ്വാലിൽ നമ്മൾ ബുധനാഴ്ച ഈദ് ആഘോഷിച്ചു, ബുധനാഴ്ച നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചു, ഭക്ഷണം കഴിച്ചു, പാനീയം കുടിച്ചു, നമ്മൾ തിന്നും കുടിച്ചും പെരുന്നാൾ ആഘോഷിച്ചു. അതിന്റെ പിറ്റേന്ന്, അതായത് വ്യാഴാഴ്ച, ഇന്നലെ മുതൽ അവിടുന്ന് അങ്ങോട്ട് തുടർച്ചയായ 6 ദിവസം നോമ്പെടുക്കണമെന്ന നിബന്ധനയില്ല. ഈ കൽപ്പന അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷവ്വാലിൽ 6 നോമ്പിന്റെ ഉത്ബോധനം എന്ന് പറഞ്ഞാൽ അത് നിരുപാധികമാണ്, വിശാലതയുണ്ട്. ഷവ്വാൽ മാസം പൂർത്തിയാവുന്നതിന് മുമ്പ് ഇടവിട്ടോ തുടർച്ചയായോ എങ്ങനെയാണെങ്കിലും ഈ നിയ്യത്തിൽ നമുക്ക് നോമ്പനുഷ്ഠിച്ച് പൂർത്തിയാക്കിയാൽ മതി. 6 നോമ്പുകൾ. ഈ ഷവ്വാലിൽ 6 നോമ്പ് എന്ന നിയ്യത്തിൽ ഒരു കൊല്ലം മുഴുവൻ നോമ്പനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന പ്രതിഫലേച്ഛയിൽ ഷവ്വാൽ മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് ഇടവിട്ടോ അടുപ്പിച്ചോ തുടർച്ചയായോ 6 നോമ്പുകൾ നമ്മൾ എടുത്താൽ മതി, ഈ പ്രതിഫലം ലഭിക്കുമെന്നാണ്. അക്കൂട്ടത്തിൽ പണ്ഡിതന്മാരിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ എന്നിവരെ പോലെയുള്ളവർ പറയുന്നു, തിങ്കളാഴ്ച നോമ്പാണെങ്കിൽ, തിങ്കളാഴ്ച ദിവസമാണെങ്കിൽ, വ്യാഴാഴ്ച ദിവസമാണെങ്കിൽ, അതല്ലെങ്കിൽ അയ്യാമുൽ ബീദിന്റെ അറബി മാസത്തിലെ 13, 14, 15 ദിവസങ്ങളിലാണെങ്കിൽ ആ ദിവസത്തിൽ പ്രത്യേകം സുന്നത്തായ നോമ്പുകളുണ്ട്. ആ നിയ്യത്ത് കൂടി വെച്ചാൽ ആ രണ്ടർത്ഥത്തിലുള്ള പ്രതിഫലവും അവർക്ക് ലഭിക്കുമെന്നാണ്. അല്ലാഹു ആലം. അയ്യാമുൽ ബീദിന്റെ 13, 14, 15 നോമ്പ്, ഷവ്വാലിന്റെ 6 നോമ്പ് നമ്മൾ ആ ദിവസങ്ങൾ അനുഷ്ഠിക്കുകയാണ്. അതല്ലെങ്കിൽ ഒരു തിങ്കളാഴ്ച, അതല്ലെങ്കിൽ ഒരു വ്യാഴാഴ്ച 6 നോമ്പിന്റെ നിയ്യത്തിൽ നമ്മൾ അനുഷ്ഠിക്കുകയാണ്. 2 നിയ്യത്തും വെച്ചാൽ തിങ്കളാഴ്ച ഷവ്വാലിന്റെ 6 നോമ്പ്, ഈ തിങ്കളാഴ്ച നോമ്പിന്റെ സുന്നത്തും, വ്യാഴാഴ്ച അങ്ങനെ തന്നെ. ഇങ്ങനെ 2 നിയ്യത്തുകൾ അവൻ ഒരൊറ്റ നോമ്പിൽ സ്വരുക്കൂട്ടിയാൽ അവൻ 2 പ്രതിഫലം ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ നമ്മെ ഉണർത്തുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് 6 നോമ്പ് ആർക്കും പാഴാക്കിക്കൂടാ. വൈകിയിട്ടില്ല, സമയമിനിയുമുണ്ട്. ഷവ്വാൽ മാസം പൂർത്തിയാകുവോളം നമുക്ക് സമയമുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇബാദത്തിലെ നൈരന്തര്യത അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഔസാനി ഖലീലി ബിസലാസിൻ ലൻ അദഅഹുന്ന മാ ഇശ്. എന്റെ ഖലീലായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ എനിക്ക് ഉപദേശമായി നൽകി. ഞാൻ മരിക്കുവോളം, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഞാൻ അത് ഉപേക്ഷിക്കുകയില്ല തന്നെ എന്ന് അദ്ദേഹം ദൃഢപ്രതിജ്ഞ ചെയ്തു. അങ്ങനെ തന്നെ അത് അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തു. ജീവിതകാലത്തുടനീളം ഈ വസിയത്ത് അദ്ദേഹം പാലിച്ചതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ 3 വസിയത്തുകൾ എന്തായിരുന്നു? ഒന്ന്, സിയാമു 3 അയ്യാമിൻ മിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലെയും 3 നോമ്പുകൾ. ഇത് നിരുപാധികമുള്ള ഒരു പറച്ചിലാണ്. അയ്യാമുൽ ബീദിന്റെ 13, 14, 15 നോമ്പാകാം. അതല്ല, ഈ ഉദ്ദേശത്തിൽ മാസത്തിൽ, അറബി മാസത്തിൽ ഒരു 3 നോമ്പ് അയാൾ എടുത്താൽ അയാൾക്കും ഈ പ്രതിഫലം ലഭിക്കുന്നതാണ്. അയ്യാമുൽ ബീദിന്റെ ദിവസം തന്നെ ആകണമെന്നില്ല, മാസത്തിൽ ഒരു 3 നോമ്പ്. വസലാത്തുൽ ളുഹ, അതുപോലെ തന്നെ ലുഹാനിസ്കാരം. ലുഹാനിസ്കാരം നോക്കൂ നിങ്ങൾ, ഈ മാസത്തിൽ ഒരാൾ 3 നോമ്പെടുത്താൽ ആ മാസം മുഴുവൻ നോമ്പെടുത്ത കൂലിയാണ്. ആലോചിച്ച് നോക്കൂ. ഒരു നോമ്പിന് സൽക്കർമ്മങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഇസ്ലാമിലെ തത്വപ്രകാരം 10 ഇരട്ടിയാണ് പ്രതിഫലം. അള്ളാഹു നാം അനുഷ്ഠിക്കുന്ന ഒരു അമലു സ്വാലിഹിന് മിനിമം 10 ഇരട്ടിയാണ് പ്രതിഫലം നൽകുക, 700 ഇരട്ടി വരെ അങ്ങോട്ട്. അപ്പൊ ഒരു നോമ്പ് നമ്മൾ എടുത്താൽ എത്ര നോമ്പിനുള്ള പ്രതിഫലം ലഭിച്ചു? 10 നോമ്പിനുള്ള പ്രതിഫലം.
3 നോമ്പെടുത്താൽ 30 നോമ്പിനുള്ള പ്രതിഫലം. അപ്പോൾ ഒരു 3 നോമ്പ് മാസം എടുത്താൽ ആ മാസം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലം നമുക്ക് കിട്ടും. ഇങ്ങനെ എല്ലാ മാസവും 3 നോമ്പെടുത്താൽ കൊല്ലം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലം ലഭിക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. അതുപോലെ തന്നെ സ്വലാത്തുൽ ളുഹാ, ളുഹാനിസ്കാരം. എപ്പോഴാണ് ളുഹാനിസ്കാരത്തിന്റെ സമയം? നമുക്കറിയാം, ഇശ്റാഖ്, സൂര്യൻ ഉദിച്ചതിന് ശേഷം ഒരു 15-20 മിനിറ്റ് കാത്തിരുന്ന് സൂര്യൻ ഒരു കുന്തത്തിന്റെ ഉയരത്തിൽ ഉദിച്ചുയർന്നാൽ അതാണ് ഇശ്റാഖ്. അതാണ് ളുഹാ സമയത്തിന്റെ ആദ്യ സമയം. ആ സമയം മുതൽ ളുഹറിന്റെ ബാങ്ക് കൊടുക്കുന്നതിന് ഒരു 15-20 മിനിറ്റ് മുമ്പ് വരെ ദൈർഘ്യമുള്ള സമയമാണ് ളുഹായുടെ സമയം. അല്ലാഹു ആലം. ഈ സമയത്ത് 2 റക്അത്ത് ആണെങ്കിൽ 2 റക്അത്ത് ളുഹാ നിസ്കാരത്തിന്റെ നിയത്തിൽ നിർവഹിച്ചാൽ അളവറ്റ പ്രതിഫലമാണ്. നമ്മുടെ ശരീരത്തിലെ സന്ധികൾക്ക് മുഴുവൻ അത് സ്വതക്കയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നൽകിയ 3ാമത്തെ വസിയത്ത്, ഉറങ്ങുന്നതിന് മുമ്പ് വിത്റാക്കാതെ നിസ്കരിച്ചേക്കരുത്. ഉറങ്ങുന്നതിന് മുമ്പ് തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റ് വിത്ർ നിസ്കരിക്കുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ആ സമയത്ത് എഴുന്നേൽക്കാൻ സാധിക്കില്ല എന്ന് പേടിക്കുന്നവർ ഉറങ്ങുന്നതിന് മുമ്പ് ഇശാ നിസ്കാരത്തിന് ശേഷം കിടപ്പറയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 3 റക്അത്ത് നിസ്കരിക്കാൻ എന്ത് നഷ്ടമാണുള്ളത്? എത്ര സമയമാണ് നമുക്ക് വേണ്ടത്? റമദാനിലുടനീളം 11 റക്അത്തും അതിലധികവും ഖിയാമുൽ ലൈലായും മറ്റുമൊക്കെ നിസ്കരിച്ചവരാണ് നമ്മൾ പലരും. ഒരു 3 റക്അത്ത് ഉറങ്ങുന്നതിന് മുമ്പ് നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് റമദാനിന് ശേഷം ഖുർആൻ പാരായണം അവസാനിച്ചിട്ടില്ല. ഒരു ദിവസം റമദാനിൽ ഒരു ഖത്തം തീർത്തവരല്ലേ നമ്മൾ? ഒരു ഖത്തം പോലും തീർക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഒരു ദിവസം ഒരു ജുസ് ഓതിയ നമ്മൾ റമദാനിന് ശേഷം ഇവിടുന്ന് അങ്ങോട്ട് ഇനി അടുത്ത റമദാൻ വരെ ഒരു ദിവസം ഒരു പേജെങ്കിലും നമുക്ക് ഓതാൻ മാറ്റിവെക്കാൻ സമയം കണ്ടെത്തിക്കൂടെ? ഒരു മാസത്തിൽ 3 നോമ്പെങ്കിലും സുന്നത്തായി അനുഷ്ഠിക്കാൻ നമുക്ക് സമയം ചെലവഴിച്ചുകൂടെ? തിങ്കളും വ്യാഴവും നോമ്പനുഷ്ഠിക്കാൻ നമ്മൾ ശ്രമിച്ചുകൂടെ? അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് 3 റക്അത്തെങ്കിലും വിത്റാക്കി നിസ്കരിക്കാൻ നമ്മൾ ബദ്ധശ്രദ്ധാലുക്കളായിക്കൂടെ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇബാദത്തുകൾക്ക് വിരാമം കുറിക്കാൻ സമയമായിട്ടില്ല. ഇബാദത്തുകൾ മരണം വരെ വഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ മരണം എത്തുന്നതുവരെ നമ്മൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന റബ്ബാനികളായി മാറണം, റമദാനികളായി നമ്മൾ മാറരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد. സഹോദരങ്ങളെ, സലഫുകൾപ്പെട്ട ബിശ്റുൽ ഹാഫി റഹിമഹുല്ലാ അദ്ദേഹത്തോട് റമദാനിൽ മാത്രം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ശ്രദ്ധ കാണിക്കുന്ന, റമദാനിന് ശേഷം അതിൽ നിന്നെല്ലാം പിറകോട്ട് മാറുന്ന, റമദാനിൽ മാത്രം അല്ലാഹുവിനെ ഓർക്കുന്ന, അതിന് പ്രത്യേകം താല്പര്യം കാണിക്കുന്ന, റമദാനോടുകൂടി അതെല്ലാം വിസ്മരിക്കുന്ന ആളുകളെ പറ്റി പരാമർശിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബിഅ്സൽ ഖൗം, അവരെത്ര മോശമായ വിഭാഗമാണ്. ലാ യഅരിഫൂന അല്ലാഹ ഹഖ്ഖൻ ഇല്ലാ ഫി റമദാൻ, അല്ലാഹുവിനോടുള്ള കടമകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകൾ, അതിനെപ്പറ്റി റമദാനിലല്ലാതെ ബോധമില്ലാത്ത, റമദാനിൽ മാത്രം അല്ലാഹുവിനോടുള്ള ഹക്കുകൾ തിരിച്ചറിയുന്ന, റമദാനിന് ശേഷം അത് വിസ്മരിക്കുന്നവർ എത്ര നീചരായ സമൂഹമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെയുള്ളവരായി മാറരുത്. റമദാനിൽ മാത്രം അല്ലാഹുവിനോടുള്ള ഹക്ക്, അതിനെക്കുറിച്ച് തിരിച്ചറിവുണ്ടാകുകയും മസ്ജിദിലെത്തുകയും നിസ്കാരവും ഇബാദത്തുകളും ഖുർആൻ പാരായണവും എല്ലാം അത് വീണ്ടെടുക്കുകയും റമദാനിന് ശേഷം ശവ്വാലോടുകൂടെ, ഈദോടുകൂടെ അതെല്ലാം കാറ്റിൽ പറത്തുകയും ചെയ്യുന്നവരായി നമ്മൾ മാറരുത്. നോക്കൂ, നിങ്ങൾ റമദാനിന് ശേഷവും റമദാനിൽ നേടിയെടുത്ത നന്മകളിൽ തുടർച്ചയുണ്ടാകുക, സ്ഥിരതയുണ്ടാകുക. റമദാനിന് ശേഷം പഴയ ജീവിതത്തെക്കാൾ ഉഷാറായ, ആത്മീയമായ, ഈമാനികമായ അവസ്ഥ ശേഷമുള്ള ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളത് റമദാനിലെ നമ്മുടെ ഇബാദത്തുകളുടെ സ്വീകാര്യതയുടെ അടയാളമാണ്. റമദാനിൽ നേടിയെടുത്ത ഇബാദത്തുകളിൽ തുടർച്ചയുണ്ടാകുക എന്നുള്ളത്
സൽക്കർമ്മങ്ങൾക്ക് ശേഷം സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാകുക എന്നുള്ളത് സൽക്കർമ്മങ്ങൾക്കുള്ള കൂലിയാണ്. അതല്ല, പഴയ ജീവിതത്തിലേക്ക് അവൻ തിരിച്ചു പോകുകയാണെങ്കിൽ അവന്റെ അമലുകൾ, റമദാനിലെ അമലുകൾ വൃഥാവിലായി, അത് കേവലം മരീചിക പോലെയായി എന്നതിനുള്ള അടയാളമാണ് എന്ന് മുൻഗാമികൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മളെ അങ്ങനെ ആയിക്കൂടാ. നമ്മുടെ ഇബാദത്തുകൾ കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്തു കൂട്ടിയ, പരിശ്രമിച്ച, ത്യാഗം സഹിച്ച് നമ്മൾ വീണ്ടെടുത്ത ഇബാദത്തുകൾ അത് പാഴാക്കിക്കൂടാ. നന്മകളിൽ മുഴുകാൻ തുടരാൻ നമുക്ക് സാധിക്കണം. ഔൻ ഇബ്നു അബ്ദില്ലാ റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, കമ്മിൻ മുസ്തഖ്ബിലിൻ യൗമിൻ ലാ യസ്തഖ്ബിലു, എത്രയെത്ര ദിവസങ്ങൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്നവരാണ് ആ ദിവസങ്ങളെ പൂർത്തീകരിക്കാതെ പോയത്. ഇനിയും ജീവിക്കും, ഇനിയും റമദാൻ വരും, സമയമുണ്ട്, പ്രായമായിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്ന, ഭാവിയെക്കുറിച്ച് നീണ്ട പ്രതീക്ഷയിലായിട്ടുള്ള ആളുകൾക്ക് ഭാവി നഷ്ടപ്പെട്ടവരായി അവരെ നമ്മൾ കാണുന്നു. അവർ മരിച്ചു വീഴുന്നു. വകം മിൻ മുഅ്മിനിൻ ലിഗദിൻ ലാ യുദ്രികുഹു, നാളേക്കെന്ന പ്രതീക്ഷ നീട്ടിവെച്ച ആളുകൾ അവർക്ക് നാളെയുടെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നവരായി അവരെ നീ കാണുന്നു. ഇന്നക്കും ലൗ റഅയ്തുമുൽ അജൽ വമസീറ, നീതാ അവധി, നിന്റെ അവധി തീരുകയാണ്, നിന്റെ ആയുസ് ഒടുങ്ങുകയാണ്, നിന്റെ ജീവിതത്തിലെ ദിനരാത്രങ്ങൾ കൊഴിഞ്ഞു പോകുകയാണ്, നിന്റെ സഞ്ചാരം അല്ലാഹുവിലേക്ക് അടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും നീ ആ ആയുസ്സിലും നിന്റെ ദുനിയാവിലെ ജീവിതത്തിലും വഞ്ചിതനാകുന്നു. നീ അതിനെക്കുറിച്ച് വഞ്ചനയിലാണ്ട് ദുനിയാവിന്റെ പിന്നാലെ പാഞ്ഞു പോകുന്നു. അതെത്ര കഷ്ടമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അബൂബക്കർ ഇബ്നു അയ്യാശ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ മഹത്തായ ഒരു വാചകമുണ്ട്, ലൗ സഖത മിൻ അഹദികും ദിർഹം ലളല്ല യൗമുഹു യഖൂലു ഇന്നാ ലില്ലാഹി ദഹബ ദിർഹമി. നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളൊരു ദിർഹം നഷ്ടപ്പെട്ടാൽ, നിങ്ങളുടെ സമ്പാദ്യത്തിൽ എന്തെങ്കിലും ഒരു അംശം നഷ്ടപ്പെട്ടാൽ, അല്ലാഹുവാണേ എന്റെ ദിർഹം പോയി, എന്റെ സമ്പത്തിന് നഷ്ടപ്പെട്ടു, എന്റെ സമ്പത്തിന് നഷ്ടം പറ്റി എന്ന് പരിതപിക്കും. വഹു യദ്ഹബു ഉംറുഹു വലാ യഖൂൽ ദഹബ ഉംരി. പക്ഷേ ദിവസവും അവന്റെ ആയുസ്സാണ് കൊഴിഞ്ഞു പോകുന്നത്, ഓരോ രാവായും പകലായും. അവരാരും പറയുന്നില്ല, ഓരോ ദിവസവും അവന്റെ ആയുസ്സിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ എന്റെ ആയുസ് കൊഴിഞ്ഞു പോകുന്നല്ലോ, എന്റെ ആയുസ്സിൽ എനിക്ക് നഷ്ടം പറ്റിയല്ലോ. ഒരു ഉറുപ്യ അവന്റെ സമ്പാദത്തിൽ കുറഞ്ഞാൽ അവൻ പരിതപിക്കും. കിട്ടാനുള്ള മാർഗം എങ്ങനെയാണെങ്കിലും അവൻ വീണ്ടെടുത്ത് കിണഞ്ഞു പരിശ്രമിക്കും. പക്ഷെ ആയുസ് കൊഴിഞ്ഞു പോകുന്നതിൽ അവന് നിരാശയില്ല, അവന് പ്രയാസമില്ല. എങ്ങനെയാണ് അങ്ങനെയുള്ളവർക്ക് വിജയിക്കാൻ സാധിക്കുക? വഖദ് കാന ലില്ലാഹി അഖ്വാമുൻ യുബാദിറുന ഔഖാത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ജീവിച്ചു മരിച്ച ഒരു വിഭാഗമുണ്ടായിരുന്നു നമ്മുടെ മുൻഗാമികൾ, സലഫു സാലിഹ്യങ്ങൾ. അവർ സമയങ്ങൾ മത്സര ബുദ്ധിയോടെ വീണ്ടെടുത്തവരായിരുന്നു. വയഹ്ഫദൂന സആത്ത്, നിമിഷങ്ങളും മിനിറ്റുകളും മണിക്കൂറുകളും പരിരക്ഷിച്ചവരായിരുന്നു അവർ. വയുലാസിമൂനഹാ ബിത്വആത്ത്, ആ സമയങ്ങളുടനീളം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിച്ചവരായിരുന്നു അവർ എന്ന് അദ്ദേഹം പറയുന്നു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിന്റെ ഭൃത്യനായിരുന്ന നാഫിഅ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, മാ റഅയ്തു ഇബ്നു ഉമർ സായിമൻ ഫീ സഫരിഹി, ഇബ്നു ഉമറിനെ യാത്രയിൽ നോമ്പെടുക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല, സുന്നത്തായ നോമ്പുകൾ. വലാ മുഫത്തിറൻ ഫീ ഹദരിഹി, അദ്ദേഹം നാട്ടിലുള്ളപ്പോൾ സുന്നത്ത് നോമ്പ് ഒഴിവാക്കുന്നവനായി ഞാൻ കണ്ടിട്ടില്ല. നാട്ടിലുണ്ടോ അദ്ദേഹം സുന്നത്ത് നോമ്പെടുത്തിരിക്കും. മുത്തബിഅ സുന്ന, റസൂലുള്ളാഹിയുടെ സുന്നത്തിനെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുന്ന യഥാർത്ഥ പ്രവാചക സ്നേഹി, യഥാർത്ഥ റസൂലുള്ളാഹിയോടുള്ള ഹുബ്ബ് പ്രകടമാക്കിയ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പാരമ്പര്യമാണിത്. താബിഈയായ സാബിത്തുൽ ബുനാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, മാ തറക്തു ഫിൽ മസ്ജിദി സാദിനതൻ ഇല്ലാ വഖതംതുൽ ഖുർആന ഇൻദഹാ, മസ്ജിദിൽ കാണപ്പെടുന്ന തൂണുകൾ, മസ്ജിദിന് തൂണുകൾ ഉണ്ടാകുമല്ലോ, ഏതൊരു തൂണുണ്ടോ മസ്ജിദിനുണ്ടോ ആ തൂണിനെല്ലാം അരികിലിരുന്ന് ഞാൻ ഖുർആൻ ഖത്തം തീർക്കാത്തതായിട്ടില്ല. ഈ മസ്ജിദിൽ ഏതെല്ലാം തൂണുകളുണ്ടോ ആ തൂണിനെല്ലാം ചാരത്തിരുന്ന് ഞാൻ ഖുർആൻ ഖത്തം ഓതി തീർത്തിട്ടുണ്ട്. മസ്ജിദിലെ ഓരോ തൂണുകളും അതിന് സാക്ഷിയാണ് എന്ന് സാബിത്തുൽ ബുനാനി റഹിമഹുല്ലാ നന്മയിലേക്കുള്ള പ്രചോദനമായി അദ്ദേഹത്തിന്റെ കൂട്ടാളികളോട് പറയുകയാണ്. ഒരിക്കൽ സലഫുകളിൽപ്പെട്ട അംർ ഇബ്നു ഹാനി റഹിമഹുല്ലാ അദ്ദേഹത്തോട് ചോദിച്ചു, ലാ നറാ ലിസാനക് യഫ്തറു മിന ദിക്രി ഫകം തുസബ്ബിഹു കുല്ല യൗമിൻ, താങ്കളുടെ നാവ് എപ്പോഴും അല്ലാഹുവിനെ ദിക്ർ ചെയ്ത് തസ്ബീഹ് ചെയ്ത് ഇടതടവില്ലാതെ താങ്കൾ ദിക്ർ ചെയ്യുന്നവനായി താങ്കളെ കാണുന്നുവല്ലോ, ഒരു ദിവസം താങ്കൾ എത്ര തസ്ബീഹ് ചൊല്ലും? അദ്ദേഹം പറഞ്ഞു, മിഅതു അൽഫ് ഇല്ല മാ തുഖ്തിഉൽ അസാബി, എന്റെ വിരലുകൾക്ക് പിഴച്ചിട്ടില്ലെങ്കിൽ 100,000 1,00,000 തസ്ബീഹ് ഞാൻ ഒരു ദിവസം ചൊല്ലാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നിസ്കാരത്തിന് ശേഷം ഒരു 33 സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ നമുക്ക് സമയമില്ല.
സലാം വീട്ടി പൊടിയും തട്ടി ഓട്ടമാണ്. സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ, ഇവരാണ് നമ്മുടെ മുൻഗാമികൾ. മഹാനായ മൻസൂർ ബിൻ മുഅ്തമിർ റഹിമഹുല്ലാഹ്, അദ്ദേഹം 60 വർഷക്കാലം 40 വർഷക്കാലം നിരന്തരമായി സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കുകയും രാത്രി നിന്ന് നിസ്കരിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി കരഞ്ഞുകൊണ്ട് അദ്ദേഹം നിസ്കരിക്കുന്നു, ഉറങ്ങുന്നില്ല. അദ്ദേഹത്തിന്റെ ഉമ്മ വന്ന് ചോദിച്ചു, യാ ബനി ഖതൽത ഖതീലൻ, നീ ആരെങ്കിലും കൊന്നുകളഞ്ഞോ? നിന്റെ കൈ കൊണ്ട് ആരെങ്കിലും വധിക്കപ്പെട്ടുവോ? എന്തിനാണ് നീ ഇങ്ങനെ ഒരു കുറ്റവാളിയെ പോലെ പാപിയെ പോലെ കരഞ്ഞു തീർക്കുന്നത്, രാത്രി ഉറങ്ങാതെ സമയം കൊല്ലുന്നത്? അദ്ദേഹം പറഞ്ഞു, അന അഅലമു ബിമാ സനഅതു ബി നഫ്സി, ഞാൻ എന്റെ നഫ്സിനോട് ചെയ്ത പാതകങ്ങൾ, ഞാൻ പ്രവർത്തിച്ച തിന്മകൾ എന്നെക്കാൾ നിങ്ങൾക്കറിയില്ല. എന്റെ റബ്ബ് കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ ഞാനാണ്. അതുകൊണ്ട് ഞാൻ രാത്രിയെ കരഞ്ഞ് ഉറങ്ങാതെ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് എന്റെ തിന്മകൾക്കുള്ള പ്രായശ്ചിത്തമായി സൽക്കർമ്മങ്ങളിൽ മുഴുകട്ടെ എന്ന് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികളുടെ പാരമ്പര്യം ഇതാണ്. 114 പഴക്കമുള്ള നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ, അവരിൽ നിന്ന് പിൻപഠിച്ച താബിഈങ്ങളുടെ പാരമ്പര്യം ഇതാണ്. ഈ പാരമ്പര്യത്തിലേക്ക്, യഥാർത്ഥ ദീനുൽ ഇസ്ലാമിലേക്ക് റമദാൻ അവസാനിക്കുന്നതോടുകൂടി ഊർജ്ജസ്വലതയോടുകൂടി പൂർവാധികം ശക്തിയോടെ നമ്മൾ തിരിഞ്ഞു നടക്കേണ്ടിയിരിക്കുന്നു. അടങ്ങിയിരിക്കേണ്ടവരല്ല നാം. 1-2 അസറുകൾ കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. മഹാനായ അബൂബക്കർ ഇബ്നു അയ്യാഷ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ വഫാത്തെടുത്തു, മരണമെടുത്തു. അദ്ദേഹത്തിന്റെ സഹോദരി വന്ന് തന്റെ സഹോദരന്റെ വേർപാട് അടുത്തിട്ടുണ്ടല്ലോ എന്ന വിഷമത്തിൽ കരയുകയാണ്. അദ്ദേഹം പറഞ്ഞു, ലാ തബ്കി, നീ കരയരുത്. വഅശാറ ഇലാ സാവിയത്തിൻ ഫിൽ ബൈത്ത്, വീടിന്റെ ഒരു മൂലയിലേക്ക് അദ്ദേഹം ചൂണ്ടി പറഞ്ഞു, ഇന്നഹു ഖദ് ഖതമ അഖൂക ഫീ ഹാദിഹി സാവിയ 18000 ഖത്മതൻ. ഇതാ നമ്മുടെ വീടിന്റെ ഈ മൂലയിൽ 18,000 പ്രാവശ്യം ഞാൻ ആ മൂലക്കിരുന്ന് അള്ളാഹുവിന്റെ കലാം പൂർണ്ണമായി ഓതി പാരായണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നീ കരയേണ്ടതില്ല, എന്റെ പരലോകത്തെക്കുറിച്ച് ഓർത്ത് നീ ദുഃഖിക്കേണ്ടതില്ല എന്ന പ്രത്യാശയോടെ തന്റെ സഹോദരിക്ക് വിടവാങ്ങുകയാണ് അദ്ദേഹം. നോക്കൂ നിങ്ങൾ, സലഫുകൾ പറയാറുണ്ടായിരുന്നു, സുമിദ് ദുനിയ വജഅൽ ഫിത്രകൽ മൗത്ത്, ദുനിയാവിലുടനീളം നീ നോമ്പനുഷ്ഠിക്കുക, നിന്റെ നോമ്പിന് അവസാനം നിന്റെ മരണ ദിവസമാക്കുക. എന്താണ് ദുനിയാവിലുടനീളം നീ നോമ്പനുഷ്ഠിക്കേണ്ട രൂപം? അദ്ദുനിയ കുല്ലഹാ ശഹ്റു സിയാമിൽ മുത്തഖീൻ യസൂമൂന ഫീഹി അനി ശഹവാതി വൽ മുഹറമാത്. ദുനിയാവ് മുഴുവൻ മുത്തഖീങ്ങളുടെ നോമ്പുകാലമാണ്. ദുനിയാവിൽ ജീവിക്കുന്നിടത്തോളം കാലം ദേഹേച്ഛകളിൽ നിന്നും ഹറാമുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും അവർ നോമ്പിലായിരിക്കും. അവരുടെ കണ്ണിനും കാതിനും കൽബിനും ചിന്തക്കും വാക്കിനും പ്രവർത്തിക്കും നോമ്പായിരിക്കും. അതുകൊണ്ട് നിന്റെ നോമ്പ് അവസാനിക്കുന്ന ദിവസം നിന്റെ മരണ ദിവസമാകട്ടെ. ഫഇദാ ജാഅഹുമുൽ മൗത്ത് ഫഖദ് ഇൻഖളാ ശഹ്റു സിയാമിഹിം വസ്തഹല്ലു ഈദ ഫിത്രിഹിം. അതെ, അവരുടെ മരണം വന്നെത്തിയാൽ അന്നാണ് അവരുടെ നോമ്പ് മാസത്തിന്റെ അവസാനം, നോമ്പുകാലത്തിന്റെ അവസാനം. മരണത്തെ പുൽകിയാൽ അന്നാണ് അവരുടെ യഥാർത്ഥ പെരുന്നാൾ. അവിടുന്ന് അങ്ങോട്ട് അവരുടെ നോമ്പുകാരന്റെ യഥാർത്ഥ സന്തോഷം അവൻ ആസ്വദിക്കും. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ, സ്വർഗത്തിലേക്ക് എത്താൻ, അതാണ് നോമ്പുകാരന്റെ യഥാർത്ഥ സന്തോഷമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പറഞ്ഞതുപോലെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിലുടനീളം അള്ളാഹു ഹറാമാക്കിയ, അവൻ നിഷിദ്ധമാക്കിയ, നമുക്ക് നമ്മുടെ മനസ്സിനിഷ്ടമുള്ള ദേഹേച്ഛകളിൽ നിന്ന് നോമ്പുകാരായി, കണ്ണിനും കാതിനും കൽബിനും നോമ്പുള്ളവരായി നമ്മൾ മാറുക. അലി റളിയല്ലാഹു അൻഹു റമളാനിന്റെ അവസാനത്തെ രാവിൽ പറയാറുണ്ടായിരുന്നു എന്ന് പറയപ്പെട്ടതുപോലെ, ലൈത ശഅരി മൻ ഹാദൽ മഖ്ബൂൽ ഫനുഹന്നി വമൻ ഹാദൽ മഹ്റൂം ഫനുഅസി. നമുക്കറിയില്ലല്ലോ ആരാണ് നമ്മുടെ കൂട്ടത്തിൽ സ്വീകരിക്കപ്പെട്ടവരെന്ന്. സ്വീകരിക്കപ്പെട്ടവരാരായിരുന്നു എന്ന് അറിയാമായിരുന്നുവെങ്കിൽ നമുക്ക് അവർക്ക് ആശംസ നൽകാമായിരുന്നു, സ്വീകാര്യതയുടെ സ്വാഗതമോദാമായിരുന്നു. പക്ഷെ നമുക്കറിയില്ല ആരിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന്. സ്വീകരിക്കാതെ പോയവർക്ക് നമുക്ക് അനുശോചനം അറിയിക്കാമായിരുന്നു എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിൽ നേടിയെടുത്ത സൽക്കർമ്മങ്ങളുടെ ആത്മീയ ചൈതന്യം അത് ചോരാതെ അടുത്ത റമളാൻ വരെ, മരണം എത്തുന്നതുവരെ റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞരുളിയ തഖ്വയും ഈമാനികമായ പരിവേഷവും അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയും പ്രതീക്ഷയുമെല്ലാം നിലനിർത്തി തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.